നമസ്കാരം. തുടക്കത്തിലെ തന്നെ പറയാം, കേരള ഗവർണർ അർലേക്കർ ഒരു ഭാഗത്തു നിന്നും തുടങ്ങിയിരിക്കുകയാണ്. ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ മുഴുവൻ സർവകലാശാല വൈസ് ചാൻസലർമാരോടും നേരിട്ട് തന്നെ വന്ന് രാജ്ഭവനിൽ വന്ന് കാണാൻ ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ബുധനാഴ്ച രാവിലെ രാജ്ഭവനിലെത്താനാണ് VC-മാർക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം. അതിനിടയാക്കിയ സംഭവ വികാസങ്ങൾ ഇങ്ങനെയാണ്. കേരളത്തിന്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അഹങ്കാരിയാണ്, സംഖ്യയാണ്, കേന്ദ്രത്തിന്റെ താളത്തിനൊത്ത് തുള്ളുന്നയാളാണെന്നൊക്കെയായിരുന്നില്ല ഇവിടുത്തെ CPM-ന്റെയും സംസ്ഥാന മന്ത്രിമാരുടെയും ഒക്കെ ആരോപണങ്ങൾ. പക്ഷേ എല്ലാ മന്ത്രിമാർക്കും ഈ ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പേടിച്ച് ആരിഫ് നടപ്പാക്കിയ ചില നിർണായക തീരുമാനങ്ങളെ ചില മന്ത്രിമാർ പരസ്യമായി എതിർത്തില്ല എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം അവർ അതിനെ രഹസ്യമായി പരോക്ഷമായി പിന്തുണയ്ക്കുന്നു എന്ന് തന്നെയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ടെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആരിഫിന്റെ കടും പിടുത്തങ്ങൾ ഇപ്പോഴിതാ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിന് തന്നെ ഉപകാരമാകാൻ പോകുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും രാഷ്ട്രീയ വൈറസുകളെ പറിച്ചെറിയാൻ തക്ക ആന്റിബയോട്ടിക് നൽകിയിട്ടാണ് കേരളത്തിൽ നിന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോയത്. വൈസ് ചാൻസലർമാരുടെ മേലുള്ള അധികാരം സർക്കാരിനല്ല ചാൻസലർക്കാണെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു വർഷം മുമ്പ് കേരളത്തിലെടുത്ത നിലപാട്. അതിൽ ഇടത് സർക്കാർ ഉണ്ടാക്കി വെച്ച പുകിൽ അത് കോടതി വരെ കയറിയതാണ്. ഇപ്പോഴിതാ ആരിഫ് മോഡൽ നിലപാടുകൾ ദേശീയ തലത്തിൽ ശ്രദ്ധയാകുന്നു. ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ ചർച്ചയാക്കുന്നു. ആരിഫ് മോഡൽ നിലപാടുകൾ സർവകലാശാല വൈസ് ചാൻസലർമാരെ സംബന്ധിച്ച ആ തീരുമാനങ്ങൾ ദേശീയ തലത്തിൽ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതും അവർ നിയന്ത്രിക്കുന്നതും അടക്കം അധികാരവും ചുമതലയും ഒക്കെ ഇനി മുതൽ ചാൻസലർമാർക്ക് നൽകിക്കൊണ്ടാണ് UGC നിയമ ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇനി മുതൽ ഗവർണർക്കാകും ഇന്ത്യയിലെ അതത് സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർമാരുടെ നിയന്ത്രണം. അതുമാത്രമല്ല, കേരളത്തിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങാൻ പോവുകയാണ് പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഒരുങ്ങി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അർലേക്കറും. ആദ്യം നല്ല ബന്ധത്തിലായിരുന്ന മുഖ്യമന്ത്രിയും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ തെറ്റിയത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. VC നിയമനത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ പിന്നീട് കണ്ടാൽ മിണ്ടാത്ത രീതിയിൽ വരെ ആ ഉരസൽ വളർന്നു. യാത്രയായി പോലും നൽകാതെയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ സംസ്ഥാന സർക്കാർ മടക്കി അയച്ചത്. അതൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരിക്കലും ഇനി മറക്കുകയുമില്ല. പുതുതായി വന്ന അർലേക്കർക്ക് വ്യക്തമായി അറിയാം ഈ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ നോക്കിയും കണ്ടും വേണം കേരളത്തിൽ നിൽക്കണമെന്നാണ് അർലേക്കറുടെ നിലപാട്. ഗവർണറായെത്തിയ രാജേന്ദ്ര അർലേക്കറും സർവകലാശാല വിഷയത്തിൽ ഒരു നീക്കുപോക്കിനും തയ്യാറല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും കേരളത്തിൽ നൽകുന്ന സന്ദേശം. ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ മുഴുവൻ സർവകലാശാല വൈസ് ചാൻസലർമാരെയും അങ്ങനെ നേരിട്ട് കാണണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗവർണർ. അതിൽ സംസ്ഥാന സർക്കാർ എന്ത് പറയണം എന്നാണ് ഇനി അറിയേണ്ടത്. സർവകലാശാലയുടെ പ്രവർത്തനം സംബന്ധിച്ച് ചാൻസലറായ ഗവർണർ വൈസ് ചാൻസലറുമായി വ്യക്തമായ ചർച്ചകൾ നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ രാജ്ഭവൻ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചുമതല ഏറ്റെടുത്ത ആദ്യ ദിവസം തന്നെ സർക്കാരിനെ ഞെട്ടിച്ചിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയതിന് പിന്നാലെ രാജ്ഭവനിൽ നിന്നും ഏകപക്ഷീയമായി മാറ്റി. സർക്കാരിൻ്റെ പകപോക്കൽ നടപടി എന്നാണ് ഇതിന് രാജ്ഭവൻ പരാതിപ്പെട്ടതും. ആരിഫ് മുഹമ്മദ് ഖാന്റെ വിശ്വസ്തർ എന്നറിയപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. ഇതോടെ ഗവർണർ DGPയുടെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനെ വിളിച്ചു വരുത്തി ആ തീരുമാനം തിരുത്തിച്ചു. ആദ്യ നടപടി തന്നെ അങ്ങനെ സർക്കാരിനെ തിരുത്തിയാണ് അർലേക്കർ തുടങ്ങിയിരിക്കുന്നത്. അർലേക്കറിനോട് ഒരു കളിയും വേണ്ട എന്ന് നേരത്തെ തന്നെ CPM കേന്ദ്ര കമ്മിറ്റി വഴി പിണറായി വിജയനും സംസ്ഥാന നേതാക്കൾക്കുമൊക്കെ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കാരണം അർലേക്കർ നിസ്സാരനല്ല, RSSന്റെ അടിയുറച്ച പ്രവർത്തകനാണ്. അതുമാത്രമല്ല, ഗോവ നിയമസഭയിൽ കിടന്ന് പയറ്റ് തെളിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതും. അതുകൊണ്ട് തന്നെ സർവകലാശാല വിഷയത്തിൽ ഇതാ രണ്ടാമതായി അർലേക്കർ ഇടപെട്ടിരിക്കുന്നു. ഇടപെടുക തന്നെ വേണം. കാരണം കേരളത്തിൻ്റെ ചാൻസലറാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ മനമെടുത്ത് പിണങ്ങി മാറി നിന്നതുപോലെ അർലേക്കർ പിണങ്ങി മാറി നിൽക്കില്ല എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതികരണം ഇനി അർലേക്കറിന് മേൽ എന്താകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. മറ്റൊരു യുദ്ധത്തിന് ഇടത് സർക്കാർ ഇറങ്ങിത്തിരിക്കുമോ അതോ SFI പിള്ളേരെ വിട്ട് വഴി തടയിക്കുമോ? അതാണ് അറിയേണ്ടത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അർലേക്കറും കേന്ദ്ര സർക്കാരും. അതുകൊണ്ട് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കൊണ്ടുവന്ന അതേ തീരുമാനം. വൈസ് ചാൻസലർമാരുടെ നിയമനവും അധികാരവും ഒക്കെ അത് ചാൻസലർക്ക് തന്നെയെന്ന് വ്യക്തമായ നിയമ ഭേദഗതി ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.